അധികാരമുറപ്പായതോടെ മുസ്ലിം ലീഗ് ഹിന്ദു വിരുദ്ധതയിലേക്ക് മാറിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. യോഗനാഥം എഡിറ്റോറിയലിലാണ് കടുത്ത വിമർശനം. മുന്നണി അധികാരത്തിലേറും മുൻപേ ലീഗ് കേരളം ഭരിച്ചു തുടങ്ങി. ലീഗിനെ എതിർക്കുന്നവരെയെല്ലാം മുസ്ലിം വിരുദ്ധരാക്കി. താൻ എതിർത്തത് ലീഗിന്റെ വർഗീയതയാണ്. മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന് യോഗനാഥം എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ലെബി സജീന്ദ്രനോട് കൂടുതൽ വിവരങ്ങളുമായി ലെബി സജീന്ദ്രൻ. വെരി ഗുഡ് മോർണിംഗ് ലെബി. വെള്ളാപ്പള്ളി നടേശൻ അടങ്ങുന്നില്ല, തുടരുകയാണ്. മുസ്ലിം ലീഗിനെതിരെയുള്ള അറ്റാക്കാണ്. ഒരു നിമിഷം ഇപ്പോൾ തുടരുകയാണ്. വെള്ളാപ്പള്ളി നടേശനാണ് ഒരർത്ഥത്തിൽ CPM ഇത്രയും അധികം ഡാമേജ് ഉണ്ടാക്കിയതെന്നാണ് പുറത്തുള്ള നിരീക്ഷണം. കാരണം അത് മുസ്ലിം ലീഗിനെയല്ല, മലബാർ എന്ന പ്രദേശത്തെയൊക്കെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന മട്ടിൽ ആയിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ വീണ്ടും ലീഗിനെതിരെ കടന്നാക്രമണം നടത്തിയിരിക്കുകയാണോ വെള്ളാപ്പള്ളി യോഗനാഥത്തിലൂടെ? എന്താണ് യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിൽ പറയുന്നത് വെള്ളാപ്പള്ളി? ലിബി സുജീന്ദ്രൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. യോഗനാഥം ഏറ്റവും ഒടുവിൽ ഇറങ്ങിയിരിക്കുന്ന ലക്കം എഡിറ്റോറിയലാണ്. അതിരൂക്ഷ വിമർശനം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ, യോഗനാഥത്തിന്റെ മാനേജിംഗ് എഡിറ്റർ കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മലബാർ കലാപവും മാറാടും ഞങ്ങൾ മറക്കില്ല എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. UDF അധികാരം ഏൽക്കും മുമ്പ് തന്നെ ലീഗ് ഭരണം തുടങ്ങിയിരിക്കുകയാണ്. മതവെറിയും കൊലവിളി രാഷ്ട്രീയവും കൊണ്ട് കേരളത്തെ ഭീതിയിലാഴ്ത്താനാണ് ലീഗിന്റെ ശ്രമം. അധികാര കസേരകൾ ഉറപ്പായതോടെ മുസ്ലിം ലീഗ് നേതാക്കളുടെയും അണികളുടെയും വാക്കുകളിലും പ്രവൃത്തികളിലും അപകടകരമായ ചില സൂചനകൾ വന്നിരിക്കുന്നു. മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദുവിരുദ്ധ നിലപാടിലേക്ക് മാറി എന്നത് അവരുടെ സമീപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള രൂക്ഷമായ വിമർശനം. ലീഗിനെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തിനെതിരെയാണെന്ന് വരുത്തി തന്നെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലീഗിന്റെ മതേതര ജനാധിപത്യ വിരുദ്ധതയെ എതിർക്കുന്നവർ ആരായാലും അവരെ മുസ്ലിം വിരുദ്ധർ എന്ന് ചാപ്പകുത്താനുള്ള ശ്രമം ലീഗ് ബോധപൂർവം നടത്തുകയാണ്. അതുപോലെ തന്നെ SNDP യോഗത്തെയും തന്നെയും ഒക്കെ തീർത്ത് കളയാമെന്ന വെല്ലുവിളിയാണ് ഇപ്പോൾ തെരുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. KM ഷാജിയെ പോലെ വർഗീയ വിഷം ചീറ്റുന്ന നേതാക്കളെ KM ഷാജിക്കെതിരെ വളരെ രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. മന്ത്രിയാക്കിയിട്ടുണ്ടെങ്കിൽ KM ഷാജിയെ മന്ത്രിയാക്കിയാൽ കേരളത്തിന്റെ മതസൗഹാർദ്ദം പൂത്തുലയുമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. വളരെ വലിയ വർഗീയവാദിയായിട്ടാണ് KM ഷാജിയെ എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഇരട്ടത്താപ്പെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിലെ മതേതര സമൂഹത്തിന്